ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി കിണ്ണത്തപ്പാണ് കേട്ടോ. അപ്പോൾ 4 മണി പലഹാരമായിട്ടും പിന്നെ നിങ്ങൾക്ക് അതിഥികളൊക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണിത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചക്ക വെച്ചിട്ടുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നല്ല പഴുത്ത ചക്ക എടുക്കുക. അത് മുറിച്ച ശേഷം അതിൻ്റെ ചുളയെടുത്ത് കുരു കളയാം. ഇതേപോലെ നമുക്ക് എല്ലാ ചക്കയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മളങ്ങനെ എല്ലാ ചക്കയുടെയും ചുള പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശർക്കരപ്പാനിയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പം അതിനായിട്ട് നമ്മൾ 3 അച്ച് ബെല്ലവും 1 കപ്പ് വെള്ളം കൂടി നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയ കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ പറിച്ച് വെച്ചിട്ടുള്ള ചക്കയുടെ ചുള ഇതേപോലെ നമുക്ക് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞാലേ നമുക്കത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് അരിയുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ചക്കയുടെ ചുളയെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാ ചക്കച്ചുളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നാലാണ് നമ്മളുടെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മളുടെ കൈ കൊണ്ട് എല്ലാം അതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ചക്ക വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു വിസിൽ അടിച്ച ശേഷം ഒരു 5 മിനിറ്റ് കൂടി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് തണുക്കണം. അപ്പം ഇനി നമുക്ക് തണുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ നല്ലോണം നമ്മളുടെ ചക്ക ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കൊരു മീഡിയം സൈസുള്ള മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിട്ടുള്ളത് പകുതി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം. അതുപോലെ നമുക്കത് മുഴുവൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചക്ക കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് ചക്കയുടെ പൾപ്പ് വേണം കേട്ടോ. പിന്നെ നമുക്ക് 3/4 കപ്പ് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി വേണം. നമ്മൾ പുട്ടിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി വേണം. പിന്നെ നമുക്ക് വേണ്ടത് 1.5 കപ്പ് നാളികേരപ്പാലാണ്. ഇത്രയും ചേരുവകൾ കൊണ്ട് നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ആദ്യം നമുക്ക് നാളികേരപ്പാലിലേക്ക് നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ നാളികേരപ്പാലും അരിപ്പൊടിയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറൊരു വലിയ പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചക്കയുടെ ആ ഒരു പൾപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പാണ് കേട്ടോ ഞങ്ങളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അപ്പം ഇതും കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ചക്കയുടെ പൾപ്പ് മുഴുവൻ ചേർത്ത് കൊടുക്കരുത്. കുറച്ചീശയായി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. അപ്പം നമ്മുടെ കിണ്ണത്തപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിണ്ണത്തപ്പത്തിനുള്ള ബാറ്റർ കിട്ടേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. നമ്മൾ ചക്ക കിണ്ണത്തപ്പം വേവിച്ചെടുക്കുന്നത് ഇതേപോലത്തെ സ്റ്റീൽ പാത്രങ്ങളിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൽ എണ്ണയോ നെയ്യോ തടവി കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ തടവി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കിണ്ണത്തപ്പത്തിനുള്ള ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഒരു 4 കയ്യിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഞങ്ങളിപ്പോൾ ചെറിയൊരു കയ്യിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ 4 തവിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കിണ്ണത്തപ്പം നമ്മൾ ഒരു തിന്നായിട്ടുള്ള ഒരു ലെയറിലാണ് ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും വളരെ തിന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അധികം കട്ടിയിലൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മൾ ഇതെല്ലാതും ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്ഷണലാണ്. അപ്പോൾ ഞങ്ങളിത് കാണാനായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാത്തിലും നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കിണ്ണത്തപ്പം വേവിക്കാനായിട്ട് ഒരു ഇഡ്ഡലി പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു 1/2 ഭാഗം വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലൊരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കിണ്ണത്തപ്പത്തിൻ്റെ ആ ഒരു ഇത് വെച്ച് കൊടുത്ത് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 13 മിനിറ്റ് വേവിക്കാം കേട്ടോ.
അപ്പം ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെ സ്റ്റൗവിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പക്ഷേ നമുക്കൊരു 13 മിനിറ്റ് 15 മിനിറ്റിനുള്ളിൽ നമുക്കത് തയ്യാറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതാ 13 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് എടുക്കാം. നല്ല ചൂടായിരിക്കും, അപ്പോൾ സൂക്ഷിച്ചിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു രീതിയിൽ എടുക്കാം. ഞങ്ങളിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുറച്ച് നേരം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ ഷേപ്പിലാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. എങ്ങനെ വേണമെങ്കിൽ മുറിച്ചെടുക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പം നമ്മൾ കിണ്ണത്തപ്പം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാമല്ലോ നല്ല സോഫ്റ്റാണ്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് കിണ്ണത്തപ്പം വേണ്ടത്. അങ്ങനെ നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റുള്ള ചക്ക കിണ്ണത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളിത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും. കാരണം അത്രയ്ക്കും ടേസ്റ്റാണ്, നല്ല സിമ്പിളുമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതൽ പേർക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാത്തിൻ്റെയും അളവ് കൂട്ടാം. അതായത് ചക്കയുടെ ആ ഒരു പൾപ്പിൻ്റെയും നാളികേരപ്പാലിൻ്റെയും അരിപ്പൊടിയുടെയും അളവ് കൂട്ടാം. അല്ലാതെ ഒരെണ്ണം മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ പറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങൾ അറിയിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു.